ഓക്കെ VNV വീണ്ടും സെയിം ടാറ്റിക്സ് തന്നെ VNV കളിക്കുന്നു. സെയിം ബിൽഡിംഗ് തന്നെ VNV കുത്തിയിരിക്കുന്നു. സെയിം ബിൽഡിംഗ് തന്നെ KVA അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് KVA അൾട്രോൺ സ്പൈഡി KVA ലെഗസി മൂന്നേരും താഴെ ഇറങ്ങി പിക്കിന് ശ്രമിക്കുന്നു. പക്ഷെ അവർ പുഷ് ചെയ്യുന്നില്ല. പുഷ് ചെയ്യുന്നില്ല. KV കക്കാശി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല കക്കാശി ഫ്ലെക്സ് ഇവിടുന്ന് വണ്ടി പിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ ഇവിടെ നോക്കുവാണെങ്കിൽ VNV ഇവിടെ താഴെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ വണ്ടി തന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇവിടെ നല്ല ടാഗിന് ശ്രമിക്കുന്നുണ്ട് KVA സൈഡിൽ നിന്ന്. സെയിം ഹോക്കി വർക്കിൻ്റെ സെയിം ബിൽഡിംഗ് തന്നെ കളിക്കുന്നുണ്ട്. VNV ബിൽഡിംഗ് കയറാനുള്ള ശ്രമത്തിലാണ്. എന്താണെന്നറിയില്ല VNV എന്ത് ഉദ്ദേശിക്കുന്നവര്. ഏത് ബിൽഡിംഗ് കയറി? ഓ ഷവർമ കയറി. ഷവർമ ആര് ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നത്? ഷാക്ക് നല്ല അടി കിട്ടുന്നുണ്ട്. ഷാ തല ഇട്ട് കഴിഞ്ഞാൽ തല തെറിക്കും. ഹോക്കിയും വർക്കിച്ചനും കൂടെ നല്ല ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഷായ്ക്ക്. പക്ഷെ ഇവിടെ നോക്കാന്ന് ഹിറ്റ്മാൻ താഴെ ഇറങ്ങി ടാഗ് കൊടുക്കുന്നുണ്ട്. ഫ്രീ ബിൽഡിംഗ് കയറി. ഓക്കെ സെയിം സുഗണനും കൈമിയാണോ? കൈമി സെയിം ബിൽഡിംഗ് കയറിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിലൊന്നും ആരും കയറുന്നില്ല. ഇവർ ഈ സൈഡിലൊന്നും ആരും നോക്കുന്നുമില്ല. എന്താ അവർ ചിലപ്പോൾ പ്ലാൻ ചെയ്തൊക്കെ അങ്ങനെ ആയിരിക്കും. ഈ സൈഡിലെ ബിൽഡിംഗ് ഒന്നും ആരും ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ട് ഈ സൈഡ് ബിൽഡിംഗ് എന്ന് അറിയത്തില്ല. ചിലപ്പോൾ അവർ ഇതുവരെ കണ്ടേക്കുന്ന ടർഫിൽ ഈ സൈഡ് ബിൽഡിംഗ് ഉണ്ടായിരിക്കും ലാസ്റ്റ് വരെ. മേ ബി അതായിരിക്കാം. ഓക്കെ അല്ലേ ഡൗണേ? നമ്മൾ ടെഫ് റീസ്റ്റാർട്ട് ചെയ്തത്. അത് രണ്ട് ടീമിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ടെഫ് റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവർക്കും അതറിയായിരിക്കും. ചിലപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അവർ സോൺ ഔട്ട് ചെയ്യുന്നതായിരിക്കും അടിച്ചത്. മേ ബി എനിക്കറിയില്ല. എനിക്ക് കൺഫേം അല്ല. മേ ബി അതായിരിക്കും അവർ. ഓ അതുകൊണ്ടാണോ? ഓക്കെ ഞാൻ ലൈവ് സൗണ്ട് ഓഫാക്കി വെച്ചേക്കാം. ഓണാക്കുവാണ്. ഓക്കെ അപ്പോൾ VNV ഫുള്ള് ഈ സൈഡ് തന്നെ എടുത്ത് വെച്ചേക്കാണ്. VNV ജൂൺ അവിടെ നിൽക്കുന്നു. സൈഡ് നോക്കുകയാണെങ്കിൽ യഹ കാർലോ ഇവിടുന്ന് കൈമീനെയും സുഗണനെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ KV ഈ ഒരു സൈഡ് ബിൽഡിംഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പുറ സൈഡ് ബിൽഡിംഗ് ഒന്നും ഇല്ല. സൈഡ് ബിൽഡിംഗ് ഒന്നും ആരും എടുത്തിട്ടില്ല. ഇവിടെ മാത്രമാണ്. പിന്നെ 4 വണ്ടി കാണുന്നുള്ളല്ലോ. 5 വണ്ടിയിൽ 4 വണ്ടി, 2 വണ്ടി ഇവിടെ ഉണ്ട്. 1 വണ്ടി ഇവിടെ 3 വണ്ടി ഇവിടെ അല്ല 2 വണ്ടി ഇവിടെ 4 വണ്ടികളിൽ. ഇപ്പോൾ കക്കാശിനെ പിറ്റ് ചെയ്യുന്നത് ഒരു ഫയറിങ് ചാൻസ് ഉണ്ടോ? കക്കാശി പെട്ടോ? ഇല്ല, കക്കാശി പെട്ടില്ല. അപ്പോൾ അവർ പിറ്റ് ചെയ്തതേ ഉള്ളൂ. ഫൈറ്റ് നമുക്ക് കാണാവുന്നതായിരുന്നു. പക്ഷെ കണ്ടില്ല, കിട്ടിയില്ല. ജൂണ് 2 വണ്ടി അങ്ങോട്ട് പോയി, 2 വണ്ടി ഇവിടെ. 4 വണ്ടിയുള്ളല്ലോ. 1 വണ്ടി ഇവിടെ പോയി. ഓക്കെ ഒരു 1v2 ആണ് ഇവിടെ. ഹോക്കി വർക്കിച്ചിനെ ചേർന്ന് ഷായ്ക്ക് നല്ല ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഷായ്ക്ക് ടാഗ് കിട്ടുന്നില്ല. ഷാ തിരിച്ച് വർക്കിച്ചിനേക്ക് ഹോക്കിനെ ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടും ടാഗ് കിട്ടുന്നില്ല. 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളി. ഓക്കെ വാസ്കോ ഇവിടെ ഇറങ്ങി ആരെയാണ് അടിക്കുന്നത്? വാസ്കോ ടാഗിന് ശ്രമിക്കുന്നു. ഓ ഇല്ല, വണ്ടിക്കിട്ടടി കൊണ്ടിട്ടുണ്ട്. ഓക്കെ ഇവിടെ പുഷാണ് തോന്നുന്നു. യെസ് അത് തന്നെ പുഷ്. ഓക്കെ പുഷാണ്. പുഷ്. പക്ഷെ അവര് ഓ VNV കയറി. 1v1. ഓ ഇല്ല, വോട്ടറിനെ എടുത്തിരിക്കുന്നു. ഓ ഇത് ഓരോരുത്തർ കയറി ചാവുകയാണല്ലോ. ഓ ഹോക്കി ഡൗൺ. വർക്കിച്ചനുമായിട്ട് ഒരു 1v1. എസിയോ വർക്കിച്ചനുമായിട്ട് ഒരു 1v1. വർക്കിച്ചൻ ആരെയും ഒരു പ്രോപ്പർ 1v1 ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ വർക്കിച്ചൻ എടുത്തിരിക്കുന്നു. വർക്കിച്ചൻ ഡൗൺ. താഴെ നോക്കുന്ന ലെഗസിക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ഡിങ്കർ വാസ്കോ ഫ്ലെക്സിനെ എടുത്തു. നൈസ്. വാസ്കോ ഫ്ലെക്സിനെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇവിടെ സ്പൈഡി ഡൗണ്. ഈ സൈഡിൽ വന്നിരുന്ന ഏകദേശം ഓൾമോസ്റ്റ് ഇവിടെ ഹിറ്റ്മാൻ ഉണ്ട്. ഹിറ്റ്മാനെ പുഷ് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു അടുത്ത അവരുടെ. ഇല്ല, ഇവിടുന്ന് കാക്കാശി വന്നിട്ടുണ്ട് ബാക്കപ്പായിട്ട്. വാസ്കോ ഉണ്ട്.
ഓ ഈസിയോ മുകളിൽ നിന്ന് അടിക്കുന്നു. ഓക്കെ, അവരിവിടെ അത്രയും പിക്ക് എടുത്തിട്ട് ബാക്ക് ഓഫ് ചെയ്യുവാൻ തോന്നുന്നില്ല. അവർ കറങ്ങി നിൽക്കാനുള്ള അലൻ സ്റ്റീവ് കക്കാശിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് തോന്നുന്നു വന്നേക്കുന്നത്. കക്കാശിയുടെ വെഹിക്കിൾ പിക്ക് ചെയ്ത് തെറിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, കക്കാശിക്ക് ബാക്കപ്പ് അവിടെ ഇവിടെ ഡ്രാക്കോൺ ലെഗസി കക്കാശി ഇവിടെ വന്നു. അപ്പൊ ഇതാരാ? ഹിറ്റ്മാൻ. ഓക്കെ, പക്ഷെ നൈസ് ഒരു പുഷ് ആയിരുന്നു കേട്ടോ. VNVയുടെ നൈസ് ഒരു പുഷ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ടൈമിൽ ഒരു പുഷ് എടുത്ത് നൈസ് കളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മാച്ച് ചേംബർലിൻ ഹിൽസിൽ കാണുന്നത്. നൈസ് മാച്ചായിരുന്നു. അവരുടെ അഗ്രഷൻ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഏകദേശം കിൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അലൻ സ്പൈഡിനെ എടുത്തിട്ടുണ്ട്, അലൻ തന്നെ അൾട്രോനെ എടുത്തിട്ടുണ്ട്, സ്പൈഡി ആർത്തസ് ജോഡിനെ എടുത്തിട്ടുണ്ട്, വാസ്കോ ഫ്ലെക്സിനെ എടുത്തിട്ടുണ്ട്, SEO വർക്കിച്ചനെ എടുത്തു, വർക്കിച്ചൻ ക്ലോക്കിനെ എടുത്തു, വർക്കിച്ചൻ തന്നെയാണ് ഹോക്കിനെ ടീം കില്ലാണ് കേട്ടോ. വർക്കിച്ചൻ പോട്ടറിനെ എടുത്തു. നൈസ്. ഒരു 8v8 ആണോ? എത്ര ഉണ്ടോ? 8v8 ആണ്. അത് ട്രേഡ് പോയ പിക്കെല്ലാം തിരിച്ചെടുത്തുണ്ട്. വർക്കിച്ചൻ തന്നെയാണ് ടീം കില്ലാണ് ഹോക്കീനെ ഇതിനകത്ത് കാണിക്കുന്ന. ടീം കില്ലായിട്ടാണ് വർക്കിച്ചൻ തന്നെ ഹോക്കീനെ എടുത്തായിട്ടാണ് കാണിക്കുന്നത്. ഹെവി ആയിരിക്കാം. രണ്ടുപേരും ഫൈറ്റ് ചെയ്ത കൂട്ടത്തിൽ അവരൊരു കോർഡിനേഷൻ മിസ്സായതായിരിക്കാം മേ ബി. ഓക്കെ, അപ്പൊ 8v8 ആണ്. ആർക്ക് വേണമെങ്കിലും കളി പോകും. ഒരു 8v8ലോട്ടാണ് കളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡ് 3 ഡൗൺ ആണ്. VNV 2 ഡൗൺ അല്ലേ? VNV 2 ഡൗൺ അല്ല ഇതിനകത്ത് കാണിക്കുന്നത്. കിൽ ഹിസ്റ്ററി VNVയിലെ 1 2 3 ഡൗൺ, 4 ഡൗൺ ഉണ്ട്. VNV 4 ഡൗൺ, KVA 1 2 3 4, KVA 4 ഡൗൺ. പഴയ സോൺ സ്റ്റാർട്ട് ചെയ്തതിന്റെ സോൺ വരും ആദ്യം, എന്നിട്ട് രണ്ടാമത് പോകും. അതൊന്ന് ഫിക്സ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഒരു വാർ സ്റ്റാർട്ട് ചെയ്തു, നമ്മളത് സ്റ്റോപ്പ് ചെയ്തു, തൊട്ട് പുറകെ തന്നെ അടുത്ത വീണ്ടും ആ വാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത വാറിന്റെ അനുസരിച്ചുള്ള സോൺ വന്നിട്ട് രണ്ടാമത്തെ വാറിന്റെ സോൺ വരും. രണ്ടാം സ്റ്റാർട്ട് ചെയ്ത വാറിന്റെ സോൺ വരും. മനസ്സിലായോ? രണ്ടും കൂടി മിക്സ് ആയിട്ട് മിക്സായി നല്ല ടാഗ് കൊടുക്കുന്നത്. താഴെ ചാടി ചത്തോ? ഇല്ല. അയ്യോ, ഇവിടെ ഒടുക്കത്തെ ഭാഗ്യമാണ് കേട്ടോ. അവൻ ഭൂമിക്കടി കൂടി ഇപ്പുറത്ത് വന്നു, വേറെ ഇപ്പുറത്ത് വന്നില്ല. ഇപ്പൊ ഓക്കെ, എല്ലാരും ഒരു ശാന്തതയിലേക്ക് നിൽക്കണം. എല്ലാരും റെസ്റ്റിലേക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെ വന്ന ഹിറ്റ്മാനെ തിരിച്ച് KV എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. ഹിറ്റ്മാനെ കാണാനില്ല. എല്ലാരും അടുത്ത സോണിലേക്ക് കയറി. KV എല്ലാരും അടുത്ത സോണിലോട്ട് കയറി. VNV ജൂൺ ഇവിടെ വന്നിട്ടുണ്ട്. ജൂണിന് മനസ്സിലായി അത് പന്തിയല്ല. VNV ജൂൺ വണ്ടി എടുത്ത് തിരിച്ചു പോയി. ഓക്കെ, VNV ഇവിടെ സുഗുൺ എന്താ ഇവിടെ കയറുന്നുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ടോപ്പിലോട്ട് കയറുന്നുണ്ട്. അലൻ സ്റ്റീവ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അലൻ സ്റ്റീവിന് ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നു. വാസ്കോ ലെഗസി താഴെ ഉണ്ട്. വാസ്കോ ഉണ്ട് ഈ ബിൽഡിങ്ങിൽ. നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിലോട്ട് KV എല്ലാവരും ഇല്ല. ഇവിടെ ഇവിടെ VNV കയറിയിരിക്കുന്നു. ഈ ബിൽഡിങ്ങിലും VNV ആണ്. രാഹുൽ ബ്രോ, താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് ബ്രോ. VNV ഈ പ്രാവശ്യം ഇവിടെ സോണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ VNVയുടെ ആ സോൺ ചേഞ്ച് ആവുന്നതിന് മുമ്പ് തന്നെ അവർ സോണിനായിട്ടുണ്ട്, പൊസിഷൻ എടുത്തിട്ടുണ്ട്. KV നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് KVയുടെ 4 പിക്ക് പോയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ ഈ ഒരു സൈഡ് മാത്രം കളിച്ചാൽ മതി എന്ന് തീരുമാനിച്ചായിരിക്കും. എൻ്റെ വാസ്കോ ലെഗസി ഇതിവിടെ കക്കാശി വെഹിക്കിളിലാണ്. യഹിയയും ജപ്പാനും ഇവിടെ. യഹിയ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കാർലോയും ഡ്രാഗണും ഉള്ളൂ. 2 4 6 7 പേരെ കണ്ടുള്ളൂ ഞാൻ. ഒരാളോട് ഉണ്ടല്ലോ. ഓക്കെ, ഹിറ്റ്മാനും കക്കാശിയും വെഹിക്കിളിലാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സുഗുണൻ ഈ ബിൽഡിങ്ങിലുണ്ട്. പുറത്ത് കെയ്മിയും ഗോയും ഈ ബിൽഡിംഗ്. ബാക്കിയുള്ളവരും വെഹിക്കിൾസിലാണ്. ബാക്കി എല്ലാവരും വെഹിക്കിൾസാണ്. നോക്കുകയാണെങ്കിൽ ജൂണും ഷായും വാട്ടറുണ്ടോ? ഇല്ല, ട്രിഗറും ടെസ്റ്റ് ചെയ്യും. ഓക്കെ, സോൺ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. എനിവേ VNV പ്ലേയിങ് ബെറ്റർ. അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്, നൈസായിട്ട് കളിക്കുന്നുണ്ട്. VNV ഞാൻ ആദ്യം വിചാരിച്ചു എന്തുകൊണ്ടാണ് ഇവരിവിടെ തന്നെ ഇതാക്കിയെന്നുള്ളതിന് മറുപടി അവർ തന്നു. അവർ ഇവിടെ ഒരു പുഷ് പ്ലാൻ ചെയ്തിരുന്നു, അതുകൊണ്ട് മാത്രമാണ് അവരവിടെ കോൺസെൻട്രേറ്റ് ചെയ്തത്. എനിവേ നൈസ് കളിയായിരുന്നു. VNV ഇതുവരെ കളിച്ചതിൽ ബെറ്റർ കളി.
നൈസായിട്ട് കളിച്ചു, അടിപൊളി കളി. എനിക്കൊന്ന് ആദ്യം ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു KBക്ക് ഫസ്റ്റ് തോണി തന്നെ ഇത്രയും വലിയൊരു പുഷും ഒരു ഇത് കിട്ടുന്നത്. വേറെ ആരും അങ്ങനെ പുഷ് ചെയ്ത് കളിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളാം, നൈസായിട്ട് കളിച്ചിട്ടുണ്ട്. അവരുടെ പ്ലാനിങ് സൂപ്പർ. നമ്മൾ ആദ്യമായിട്ടാണ് ഫസ്റ്റ് സോണിൽ തന്നെ ഇത്രയും അഗ്രസീവായിട്ട് കളിച്ച് ഒരു പുഷൊക്കെ എടുക്കുന്നത് കാണുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. ഇതിന് മുമ്പേ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. BNB ഫുൾ അഗ്രസീവ് ഗെയിം പ്ലേ ആണ്. SEO 3 പേരെ വെച്ചോണ്ടുള്ള ഒരു എവിടെ നിന്ന് കിട്ടുന്ന ഇവർക്ക് ഇത്രയും ധൈര്യം? 3 പേരെ വെച്ചോണ്ട് ഒരു ഡ്രൈവറിന് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു. ആ 3 പിക്ക് പോയി. ഇവിടെ കൈമും ജോയും ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് അവരവിടെ. സ്റ്റീവ് അലൻ ഇവിടെ ഉണ്ട്, താഴെ ഉണ്ട്. അവരെ അലനും ആ ബിൽഡിംഗ് ടോപ്പ് കയറാനുള്ള പ്ലാനിലാന്ന് തോന്നുന്നു. എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് BNB. ജൂണിന്റെ നേതൃത്വത്തിലുള്ള BNB പിള്ളേര് കൊള്ളാം. ഞാൻ അടുത്ത ടർഫിന്റെ നോക്കാൻ പോവാണ്. 8v8 ആണ്. 8v8 അത് ട്രേഡ് ആയിരുന്നു. അങ്ങോട്ട് എടുത്ത പിക്ക് തിരിച്ച് KB എടുത്തിട്ടുണ്ട്. പക്ഷേ വർക്കിച്ചിട്ട് ചെയ്യുന്ന ഒരു പിക്ക് KBയുടെ ടീം കില്ലായിട്ടുണ്ട്. ഹോക്കി അത് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ 8v9 ആയേനെ. പക്ഷെ അബദ്ധവശാൽ അല്ലെ നിർഭാഗ്യവശാൽ ഹോക്കിനെ വർക്കിച്ചൻ കൊന്നു. ഓക്കെ, കാറിൽ ഇവിടുന്ന് അലനെയും ഒരു പിക്കിനെ ശ്രമിച്ചോണ്ടിരിക്കും. ടാഗ് കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താണ് ഇവിടെ ആരും അടിച്ചു ടാഗം? ഇല്ലല്ലോ. ഫോൺ ഔട്ട് പോയാൽ നമുക്കിത് കാണത്തില്ലല്ലേ? അത് വെക്കാം. ഫോൺ ഔട്ട് ചെയ്യുന്നുണ്ട്. ചോട്ടർക്ക് 2 സൈഡിന് 7 8 KB 8 ഉണ്ട്, BNB 7. around 2K വാച്ചിങ് ഓൺ യൂട്യൂബ്. ഗേസ് നിങ്ങൾ ആരെങ്കിലും കിക്ക് യൂസേഴ്സ് ആണെങ്കിൽ ഞാൻ കിക്കിന്റെ എൻ്റെ ചാനലിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും കിക്ക് യൂസേഴ്സ് ആണെങ്കിൽ എനിക്ക് കിക്കിൽ കൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ അപ്പോൾ ഫോളോ ചെയ്യുമല്ലേ? യെസ്, പറഞ്ഞ ഉടനെ തന്നെ ആരോ ഫോളോ ചെയ്തു. താങ്ക് യു ബ്രോ. നമ്മൾ 2K ഫോളോവേഴ്സ് ആവും ഇന്ന് കിക്കിൽ. അറൗണ്ട് 2K ഫോളോ അടിക്കാറായി. ഇങ്ങനെ സൈഡിൽ നിന്ന് ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ലെന്ന് തോന്നുന്നു. രണ്ടുപേരും അടുത്ത ഒരു സോണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇവിടുന്ന് നല്ലൊരു ടാഗിന് ശ്രമിക്കുന്നുണ്ട്. ജപ്പാൻ ഡാജിയെ ജഹിയനെയും എന്തൊക്കെ പേരല്ലേ? 2.2K വാച്ചിങ്. 2.2K ആയോ? എവിടെയാണ് ഇന്ന്? സിറ്റി അപ്പോ ഇല്ലല്ലോ. നാളെ ഹിറ്റുവിനെ നോക്കാട് ബ്രോ. ഹിറ്റ്മാൻ എവിടെ? ഹിറ്റ്മാനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഹിറ്റ്മാൻ സോണിൽ തന്നെ ഉണ്ട്. സോണിലുണ്ട് ഹിറ്റ്മാൻ. എനിക്കൊന്ന് ഇവിടെ ആരെങ്കിലും ഇവിടെ ഹിറ്റ്മാൻ ബാക്കിൽ കൂടെ ആരെങ്കിലും വന്ന് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ഹിറ്റ്മാൻ അവരെ സപ്പോർട്ടീവായിട്ട് വെഹിക്കിളുണ്ട്. ഹിറ്റ്മാനും കക്കാശിയാണ് വെഹിക്കിൾ കളിച്ചത്. ഓക്കെ, കക്കാശി സമ്മതിക്കുന്നില്ല. ബാക്കിൽ ഒരു ബാക്ക് സ്റ്റാബിന് കക്കാശി സമ്മതിക്കുന്നില്ല. കക്കാശി ഓൺ ദി സ്പോട്ടിൽ അവരെ പിറ്റ് ചെയ്ത് മാറ്റണം. അതെ, ഇവിടെ ഒരു ബാക്ക് സ്റ്റാബ് വന്ന് കുത്തിക്കഴിഞ്ഞാൽ അറിയില്ല, ലെഗസീൻ്റെ പിക്ക് സൂപ്പറായിട്ട് കിട്ടും. അതുകൊണ്ടായിരിക്കും മേ ബി അവർ ഹിറ്റ്മാൻ ഇവിടെ തന്നെ വാച്ച് ചെയ്യുന്നത്. ഓക്കെ, BNB ജൂൺ ബിൽഡിംഗ് ടോപ്പ് കയറിയിട്ടുണ്ട്. ഈ ഒരു ബിൽഡിംഗ് കയറിയിട്ടുണ്ട്. എനിക്ക് അടുത്ത സോൺ ഷിഫ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവരും. അത് തന്നെയാണ് അടുത്ത സോൺ ഷിഫ്റ്റിംഗ് വെയിറ്റിംഗ് ആണ്. 2.2K ഫോളോവേഴ്സായി. താങ്ക് യു ഗൈസ്. അതുപോലെ എന്നെ എൻ്റെ പാർട്ണർ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്നെ കിക്കിൽ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗസർ ത്രൂ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോണിൻ്റെ ആപ്ലിക്കേഷൻ ടു ഗിഫ്റ്റ് സബ്ബാണ്, അത് ചെയ്യരുത്. ബ്രൗസർ എടുത്ത് ബ്രൗസർ ത്രൂ കിക്കിൽ കാണിക്കും. എൻ്റെ ചാനൽ എടുക്കും കാണിക്കും സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ. അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കും താല്പര്യം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. എന്തൊരു പൊട്ടണം. ഇപ്പോൾ കിക്കിൽ ലോഡാവുന്നില്ല. ലൈവ് ടർഫ് കഴിഞ്ഞ് ഫോളോ ആക്കാം. അത്രേ ഉള്ളൂ മുത്തേ. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നല്ല ആരെയായിരിക്കും കേസ്? എടാ പോൾ എൻ്റെ ആയോടാ? മറ്റേ സാധനം എൻ്റെ ആയോ? ഇവിടെ മറ്റേ സാധനം എൻ്റെ ആയോടാ? പ്രഡിക്ഷൻ നമ്മുടെ ഇതിനകത്ത് കിക്കിലെ പ്രഡിക്ഷൻ എൻ്റെ ആയോ?
കിക്കിലെ പ്രഡിക്ഷൻ എടാ മോഡറേറ്റേഴ്സ് ആയോ ആരാ അത് പ്രഡിക്ഷൻ രണ്ടാമത് ഇടാൻ പറ്റത്തില്ല. മീഡിയ ബ്രോ കിക്കിലെ പ്രഡിക്ഷൻ എന്തായി? കൗണ്ട് 8v8 ആണ്. 8v8 മീഡിയ ബ്രോ ഇല്ല. മീഡിയ ബ്രോ പോയാ? കിക്ക് ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. യൂട്യൂബിന്റെ ഇത് പിൻ ചെയ്ത് വെച്ചേ. എടാ കിക്കിന്റെ ലിങ്ക് ആരെങ്കിലും ഇട്ട് കൊടുത്തേ വിളിക്ക്. യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ അന്നു ധനുമാസത്തിൽ രാപ്പാടി അതിനു ഇട്ടാൽ പോയിന്റ് കിട്ടില്ല. ഓ ഓക്കെ. നോ പ്രഡിക്ഷൻ ടൈം എൻ്റെ. ഓ അതപ്പം തനിയെ ഇതാവുമോ? അൺലിമിറ്റഡ് ആമയെന്നല്ല കേസ്. അവരത് അത്ര ആമ അവരുടെ കയ്യിലെടുത്തോണ്ട് പോകുന്നത്. അൺലിമിറ്റഡ് ആമയൊന്നും കിട്ടില്ല. ബ്രോ ഓ മറ്റേ ടർഫ് നാളത്തേക്ക് മാറ്റാൻ തോന്നിയിരിക്കുന്നു. ഏത് നാളെ T47 CID. ആര് ചോദിച്ചേ? അവർക്ക് കളിക്കാൻ ആളില്ല. കേറാൻ പറ്റുന്നില്ല. CID കേറാൻ പറ്റാത്തത് നമ്മുടെ ഇഷ്യൂ ആവത്തില്ല. അവർ വേറെ ആൾക്കാരുണ്ടോ നോക്കിയേ. T47 എന്താ പറയുന്നത് ചോദിച്ചു നോക്കി. അവിടെ ചോദിച്ചു നോക്കട്ടെ. നാളെ 2 ടർഫ് അവർക്ക് വരും. അതാണ് പ്രശ്നം. അത് പോസിബിൾ ആയി. ഇന്ന് ചോദിച്ചു നോക്ക്. അവരോട് ചോദിച്ചു നോക്ക്. നമ്മൾ സംസാരിക്കാൻ പറ്റില്ല. അവരോട് ചോദിച്ചു നോക്ക് അതാണ് അവസ്ഥയെന്നുള്ളത്. ഇവിടെ എന്തിനാ ഹേറ്റ് ചെയ്യുന്നത്? ഹേറ്റ് ഒന്നും വേണ്ട കേസ്. നമ്മൾ സന്തോഷപൂർവ്വം നമ്മൾ കാണുക എന്നുള്ളതാണ്. എടാ ഞങ്ങൾ അടി കൊണ്ടാലും കൊടുത്തിരുന്നു. എംബാസഡറാണല്ലോ. എന്തോ എന്തോന്ന് കുറ്റ എംബാസഡറാണ്. കേസ് ആര് ജയിച്ചാലും തോറ്റാലും അവര് അടുത്തത് കേസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. തോൽക്കുന്ന അത്ര വലിയ ഇതൊന്നുമില്ല. തോൽക്കുന്ന നല്ലതാണ്. എന്നാലേ അവർക്ക് അടുത്ത എപ്പോഴും ജയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തോൽവി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര. അതുകൊണ്ട് ഇടയ്ക്ക് തോൽക്കുന്ന എല്ലാവരും തോൽക്കുന്നു. ആരായാലും തോൽക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവത്തേ ഉള്ളൂ. പക്ഷെ അതുപോലെ ഫാൻസിൻ്റെ ഇതാണെങ്കിൽ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. തോക്കണമെന്ന് വെച്ച് പറയുന്നില്ല. സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ KB എന്ന് ഡിഫെൻഡ് ചെയ്തിരിക്കുന്ന മാത്രം കണ്ടാൽ രസം ഉണ്ടായിരിക്കില്ലല്ലോ. ഇടയ്ക്ക് അവർ അറ്റാക്ക് ചെയ്തെടുക്കുന്നതും കാണണ്ടേ. അതിലല്ലേ രസം. അപ്പം വൺസ് KBയുടെ കയ്യിൽ നിന്ന് ടർഫ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരിച്ച് അവരെടുക്കുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കില്ല. അപ്പോൾ അത് അവർക്കൊരു അറ്റാക്കിങ് കളി നമുക്ക് കാണാൻ പറ്റും. അത് അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അവർ തിരിച്ചെടുത്ത് തരുന്നുണ്ട്. അതുപോലെ ഏതായാലും ഏത് ഗ്യാങ് ആയാലും നിങ്ങൾ ഫുൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്യാങ്സിനെ നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരിക്കുക. അവരിലൊരു വിശ്വാസം വെച്ചേക്കുക. മുംബൈ ചാറ്റാണ് ജമാലിനെ മുത്ത്. ഞാനെന്ത് ചെയ്യാനാ? ഒരു കളി ഡൗൺ ആയ അതിൽ മിസ്സെന്നാ. അതാണ് പറഞ്ഞിട്ടില്ലേ യാസ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇവർ എന്നും അവരെ ഡിഫെൻഡ് ചെയ്തോണ്ടിരുന്ന അവർക്കൊരു ബോറടിക്കും. ഡിഫെൻഡ് ചെയ്തിരുന്നത് അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടണം. അവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. കേസ് ഇവിടെ ഒരു പുഷ്. ജോണ് കൈമി ബൈ ഒരു പുഷാണോ? അല്ല ഒരു പുഷിനുള്ള ശ്രമമാണോ അവിടെ കാണുന്നത്? എനിക്കൊന്ന് ലെഗസി അവര് ഇറങ്ങും പഠിക്കാനുള്ള പുറപ്പെടലാണെന്ന് തോന്നുന്നു കേട്ടോ. കേസ് അടുത്ത സോൺ ഷിഫ്റ്റ് ആയിട്ട് ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. അടുത്ത സോൺ ഷിഫ്റ്റ് ആയി. അടാ KBക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു സോൺ. ഏകദേശം KBക്ക് അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ മൊത്തത്തിൽ അഡ്വാൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ VNV ഇരുന്ന ഒരു ബിൽഡിംഗ് നഷ്ടപ്പെട്ടു. ഒരു ബിൽഡിങ്ങിന്റെ മൂല പോലും ഇല്ലാതായിപ്പോയി. ജോ ആൽവിൻ ഇരുന്ന ബിൽഡിംഗ് മാത്രം ഉണ്ട്. ബാക്കിയുള്ള ബിൽഡിംഗ് ഇല്ല. നോക്കാം നമുക്കിത് എങ്ങനെ VNV തിരിച്ച് കളിച്ചെടുക്കുമെന്ന് നോക്കാം. കക്കാശി താഴെ ഇറങ്ങിയോ? കക്കാശിയും ഹിറ്റ് താഴെ തന്നെയാണ്. കാർലോ എഹിയ ജപ്പാൻ ഡ്രാഗൺ ഈ ബിൽഡിംഗ് കളിക്കുന്നുണ്ട്. ബിൽഡിംഗ് ലെഗസിയും വാസ്കോവും മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു പുഷ് VNV ചെയ്യുമോ? VNV മൊത്തത്തിൽ ഇവിടെ ഒരു പുഷ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ബിൽഡിംഗ് ടോപ്പ് ആയതുകൊണ്ട് മേ ബി അവർ പുഷ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഞാൻ പുഷ് ചെയ്ത് തന്നെ ഈ ബിൽഡിംഗ് ടോപ്പ് ഒന്ന് ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരാൾ കയറി ഇരിക്കായിരുന്നു. ജോയിൻ താഴെ ഇറങ്ങി. എന്താണ് ഉദ്ദേശം മനസ്സിലാവുന്നില്ല. എല്ലാവരും താഴെ ഇറങ്ങുവാണ്.
എല്ലാരും താഴെ ഇറങ്ങുവാണ്. സംതിങ് ഈസ് കുക്കിംഗ്. ഓ എല്ലാരും സോണോട്ട് പോവാണല്ലോ. എല്ലാരും സോൺ ഔട്ടിലേക്കാണ്. വൈ? എന്തുകൊണ്ട് സോൺ ഔട്ട്? കക്കാശി ഓൺ ഫോർട്ട് ഈ ബിൽഡിങ്ങിൽ സപ്പോർട്ട് ചെയ്യും. കക്കാശിക്ക് എന്തോ മടക്കം തോന്നുന്നു. 3 6 7 വരെ ഉള്ളല്ലോ. അല്ല 4 ഉണ്ട് ഇവിടെ അല്ലേ. 4 3 കറക്റ്റാണ്. ഓക്കെ, ഒരു പുഷാണെന്ന് തോന്നുന്നു. യെസ് അല്ല, പുഷല്ല. യെസ്, ഇവിടെ ഇറങ്ങി. അവരെന്തിനോ പ്ലാൻ ചെയ്യുകയാണ്. തിരിച്ച് വീണ്ടും ബിൽഡിംഗ് ടോപ്പ് കയറാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. അവർ സംതിങ് മാസത്തിൽ ഇപ്പോൾ പെട്ടെന്ന് സോൺ വന്ന അത് പകൽ പെട്ടെന്ന് സോണല്ല. സോൺ നമ്മളത് മാറ്റി 12 മിനിറ്റ് എന്നുള്ളത് 8ലേക്ക് കുറച്ചായിരുന്നു. 8 എത്രയായിരുന്നു ലൈന് കുറച്ച്? 8 ഏകദേശം ആ റേഞ്ച്. ഇതായതല്ല, അല്ലെങ്കിൽ ആ സോൺ വെറും ചെറുതായിട്ട്. അടിമകൾ വീസസ് VNV എന്തോന്നടേ കണ്ടത്? അത് അടിമകളല്ല, KVA ആർട്ടിസ്റ്റ് അടിമകൾ. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇതിന് 21 മിനിറ്റ് ഉണ്ട്. 21 മിനിറ്റ്. ഡൈനുണ്ടോ? ഡൈനൂടെ വാച്ചിങ് ഓൺ യൂട്യൂബ്. നിങ്ങൾ ആരെങ്കിലും എന്നെ നമ്മുടെ കിക്കിൽ ഫോളോ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ കിക്കിലൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കിക്കിൻ്റെ ലിങ്ക്. നറുട്ടോ ഉണ്ടോടാ? നറുട്ടോ വീശി വന്നേ. ഡൈനും ഉണ്ടോ നോക്കി? അല്ലേ ഡൈനിനെ വിളിച്ചേ അർജന്റ്. വരാൻ പറഞ്ഞിട്ട് എട്ട് മിനിറ്റ് ആണെന്ന് തോന്നുന്നു. 8 മിനിറ്റ് ആണ്, ഏകദേശം 8 മിനിറ്റ് ആണ്. 8 മിനിറ്റ് വെച്ചാൽ അത് ഡൈനോട് ഒന്ന് കൺഫേം ചെയ്യാനാണ്. 8 മിനിറ്റ് ആണെങ്കിൽ 4 സോൺ ഷിഫ്റ്റിംഗ് ഉണ്ട്. 4 സോൺ ഷിഫ്റ്റിംഗ് ആണ് നമുക്കുള്ളത്. 2 16 32 ആവുന്നുള്ളൂ. പിന്നെ ഉണ്ടല്ലോ 32 42 പിന്നെ ഒരു 15 മിനിറ്റോളം ഉണ്ട്. ഈ സോൺ ഇനി ഒരു സോൺ കയറണോടാ.
ലൈനോട് ഒന്ന് വീശി തരാൻ പറഞ്ഞേ, അർജന്റ്. ലൈറ്റ് സൗണ്ട് ഓഫ് അല്ലേ? ഒരു മിനിറ്റ് പറ. അറിയില്ല മകനെ, അറിയില്ല. അതന്നെ. ഇല്ലല്ലല്ല, യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ അങ്ങുതനുമാസത്തിൽ ഓ കക്കാശി ഇവിടെ കയറി. കക്കാശിയെ പുഷ് ചെയ്യാനുള്ള ശ്രമം. ജൂൺ ജൂണാവോ? ജൂൺ കക്കാശി എങ്ങനെ ഇവിടെ ഒന്ന് കയറിടാ? കക്കാശി ഏതാ കളി? ഓ കക്കാശിക്കടി, കക്കാശിക്കടി. ഓ കക്കാശി സുഗോണന് നല്ല അറ്റാക്ക് കൊടുത്തു. സുഗോണൻ 1 HP. ആരും ഇല്ല. ലാസ്റ്റ് ഒരു ഫൈറ്റ് സോണിൽ കയറണം. കക്കാശി സോണിൽ കയറാൻ സമ്മതിക്കൂല. ലാസ്റ്റ് ഫൈറ്റ് ഹിറ്റ്മാൻ എടുത്തിരുന്നു, ഷവർമൻ എടുത്തിരുന്നു, ഡിങ്കർ എടുത്തിരുന്നു. ഹിറ്റ്മാൻ ഡിങ്കറിനെ ഷവർമൻ എടുത്തു. ഇവിടെ ഇവിടെ നിന്നിട്ട് ഡിങ്കറിനെ ഷവർമൻ എടുത്ത് ഇവിടെ എടുത്തു. SEO ഉണ്ട് ഇവിടെ. SEO ജൂണും ഡൗൺ ആയിട്ടുണ്ട്. ജൂണും ഡൗൺ ആണ്. ജൂണ് സോണൗട്ട്. അവനൊന്ന് ഇതായി മാറ്റി വലിച്ചിട്ട് വേറെ GR മേടിച്ച്. ജൂണ് GR മേടിക്കണേ സോണി.
സോണി സോണി ഉണ്ടോ? ആ കെമി മാത്രമേ ഉള്ളൂ. കെമി എസിയോ ഡൗൺ, ലെഗസി എസിയോനെ എടുത്തിട്ടുണ്ട്. ഇനി ഒരാൾ മാത്രം തോന്നുന്നു. ഐ തിങ്ക് VNV ഒരാൾ മാത്രം, അല്ല രണ്ടുപേരുണ്ട്, ജോക്കുട്ടനും കെമി. ജോക്കുട്ടൻ കെമി അലൻ സ്റ്റീവിനെ ഇവിടെ എടുത്തിരിക്കുന്നു. VNV അലൻ സ്റ്റീവ്, VNV സുഗുണൻ ഇവിടെ ഉണ്ട്. അലൻ സ്റ്റീവ് ആരെ എടുത്തേ? അലൻ സ്റ്റീവ് ആരെ എടുത്തല്ലോ? താലൻ ആരാടെ എടുത്തേ? സുഗുണൻ വിസസ് വാസ്കോ. സുഗുണുണ്ടോ? അലൻ സ്റ്റീവ് ഡോം ഡ്രാഗൺ എടുത്തിരിക്കുന്നു. അലൻ സ്റ്റീവിനെ നീ ഒറ്റക്കുള്ളോ? നീ മാത്രമല്ലോ? ഇവൻ മാത്രമേ ഉള്ളൂ. സോണോട്ട് ഫയർ ചെയ്തിട്ടില്ല. ഈ സോണോട്ടൊന്നും ഫയർ ചെയ്തിട്ടില്ല. ഞാൻ കണ്ടില്ലല്ലോ. സോണോട്ടല്ലേ? സോണോട്ട് ഫയർ ചെയ്തിട്ടില്ല. സോണിൽ നിക്കണേ. സോണിൽ നിൽക്കുക ബ്രോ. സോണിൻ ബ്രോ. തൊട്ടടുത്ത് തന്നെ അല്ലേ? അവിടെ നിൽക്കട്ടെ. അവിടെ പൂരെ പോലെ പറഞ്ഞിട്ടുള്ളൂ. ഡൗണായി. ജോ ഇവനെ GR പിടിക്കണേ. വേറെ ഏതെങ്കിലും പ്ലേസ് ഉണ്ടോ? VNV ഇല്ല. ടൈം ഓവർ തോന്നല്ലേ? കഴിഞ്ഞില്ലേ? 90 ആണേ. ഒന്ന് കൺഫേം ചെയ്തേരാ VNV യോട്. ആസ്മാനാന്നാ പറഞ്ഞത്.